എന്റെ മോനെ, നിനക്ക് എന്താ പറ്റിയത്? നീ ഈ കോലത്തിൽ എങ്ങനെയാ വണ്ടി ഓടിച്ച് ഇവിടെ വരെ എത്തിയത്? ഞാൻ എന്തിനാ പേടിക്കുന്നത്? ജീവിക്കാൻ ആഗ്രഹമുള്ളവർക്കല്ലേ ജീവന് കൊതിയുള്ളൂ. അങ്ങനെയൊന്നും പറയാതെ രഘു. നിനക്കൊരു പൊടി കുഞ്ഞുണ്ട്, അത് നീ മറക്കരുത്. അവനുമേ, ആർക്കും എന്നെ വേണ്ട. എല്ലാരും എന്നെ വെച്ച് കളിക്കുക. എല്ലാവർക്കും തട്ടിക്കളിക്കാൻ വേണ്ടിയുള്ള ഒരു പാവയാണ്. ഇതൊക്കെ നിന്റെ വെറും തോന്നലാ രഘു. അല്ല ഭാനുമേ, ഈ രഘുവേ ഒരു പൊട്ടന. അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും സത്യസന്ധത കാണിച്ചിട്ടും ആരും എന്നെ വിശ്വസിക്കാതെ. എല്ലാവരുടെയും കണ്ണില് ഞാൻ എന്തോ കാര്യത്തിന് വേണ്ടി ഓരോന്നും ചെയ്യുന്നതെന്ന്. എന്റെ ഭാനുമേ, എനിക്ക് എന്ത് ലാഭം? എനിക്കൊന്നും വേണ്ട. ആരുടെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. പിന്നെ ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവളുടെ ഭർത്താവിന്റെ ഒരു ഷെയർ മാത്രം. പക്ഷെ എനിക്കത് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. പറഞ്ഞ മറച്ചു വെച്ച പലതും പറയേണ്ടി വരും. അതുകൊണ്ട് എല്ലാം ഞാൻ എന്റെ മനസ്സിൽ ഒതുക്കി വെച്ചിരിക്കാം. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല മോനെ. ഭാനുമേ, എന്നെ ആർക്കും മനസ്സിലാവില്ല, ആർക്കും മനസ്സിലാവില്ല. എല്ലാം എന്റെ തെറ്റാ. ഈ രഘുവേ ഒരു തെറ്റ്, ഒരു വലിയ തെറ്റ്. ഈ ഭൂമിയിലെ ഞാൻ ജീവിച്ചു തന്നെ തെറ്റാ. ഭാനുമേ, ഈ രഘുവേ ഒരു ജോക്കറാ. എല്ലാവർക്കും പറഞ്ഞു ചിരിക്കാനും തട്ടി കളിക്കാനുള്ള കോമാളി. രഘു, നിർത്തു മോനെ. എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? മനസ്സിലാവും, ഒരു ദിവസം ഈ കോമാളി എല്ലാവർക്കും മനസ്സിലാവും. മനസ്സിലാവും. എന്റെ ഭഗവാനെ, ഞാൻ ഇനി എന്തൊക്കെ കാണണം? എന്തോ ഒരു വലിയ കനൽ അവന്റെ മനസ്സിലുണ്ട്. അതാ അവനെ ഇത്രയ്ക്ക് വേദനിപ്പിക്കുന്നത്. അനു, നീ ആ കയ്യിൽ നിന്ന് കാണിച്ചു. നല്ല വേദന ഉണ്ടല്ലേ? ചെറിയ നീറ്റലുണ്ട്, കുഴപ്പമില്ല. രാവിലത്തേക്ക് മാറിക്കോളും. എന്നാൽ ഇത് വലിയ കഷ്ടമായിപ്പോയി. എന്തൊരു ദ്രോഹം അമ്മ നിന്നോട് കാണിക്കുന്നേ. അനു, നിനക്ക് പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറഞ്ഞുകൂടായിരുന്നോ? പറഞ്ഞാൽ മനസ്സിലാവാത്തവരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവര് മനഃപൂർവ്വം എന്നെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ. പറ്റില്ലെന്ന് തീർത്ത് പറഞ്ഞാ അതൊരു വലിയ വഴക്കിലേ കലാശിക്കുള്ളൂ. പിന്നെ ഏറ്റുമുട്ടാൻ അനുപമ ഒട്ടും പിറകിലല്ല. ഏറ്റുമുട്ടേ ജയിക്കുകയും ചെയ്യും. അത് പിന്നെ ഇന്ദ്രേട്ടന് വിഷമാവും. അത് വേണ്ടെന്ന് വെച്ചിട്ടാ ഒന്നും മിണ്ടാതെ എല്ലാം അനുസരിക്കുന്നത്. ഇതിനൊക്കെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാഞ്ഞിട്ടല്ലോ. പലതും ഓർത്ത് മനസ്സിനെ അടക്കി നിർത്തുക. പക്ഷേ പിടിവിട്ടാല് ഞാൻ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. അതോടെ എല്ലാം തീരുകയും ചെയ്യും. ഇന്ദ്രേട്ടാ, ഇതൊക്കെ ഇന്ദ്രേട്ടൻ മറന്നേക്ക്. പിന്നെ ഞാനിത് അവരോടുള്ള വാശിക്കോട് ചെയ്തതാ. പണ്ട് ഇതൊക്കെ അവര് നിഷ്പ്രയാസം ചെയ്തതാണത്രേ. അപ്പൊ പിന്നെ ബാക്കിയുള്ളവർ ഒട്ടും പിറകില്ലെന്ന് കാണിച്ചു കൊടുക്കണ്ടേ? നാളെ ഇതുപോലെ വേറെ വല്ല പണിയായിട്ടമ്മ വരട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. അമ്മ നാളെയും വരുവനോ? നിന്നെ കഷ്ടപ്പെടുത്താൻ അമ്മ എന്തെങ്കിലും ഒപ്പിച്ചിരിക്കും. ചിലപ്പോ നീ പോലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരിക്കും അത്. അത് നിനക്ക് അനുസരിക്കേണ്ടി വന്നേക്കാം. ഞാൻ നിമിത്തമാണല്ലോ നീ ഇങ്ങനെ ഒരു ഊരാക്കൊടുക്കപ്പെട്ടത്. അത് ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം.
സത്യത്തില് നിന്റെ ഈ കൈ കാണുമ്പോൾ ഇതിന് കാരണക്കാരായവരെ രണ്ടെണ്ണം പൊട്ടിക്കണമെന്നുണ്ട് എനിക്ക്. വെറുതെ അവിവേകം ഒന്നും കാണിക്കല്ലേ. ഇന്ദ്രേട്ടൻ പെറ്റ മകനല്ലെന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും ഇന്ദ്രേട്ടൻ കൈയൊന്ന് പൊക്കിയാ മകൻ അമ്മയെ തല്ലിന്നാവും പറഞ്ഞെടുക്കുന്നത്. അതെ, ആവശ്യത്തിന് ഞാൻ മകനാ, അല്ലാത്തപ്പം അനാഥനും. ഈ അവസ്ഥയിൽ അധികം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ലാനു. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. എന്ത് തീരുമാനം? വളർത്തമ്മയോടുള്ള കടമ മറന്ന് പ്രവർത്തിക്കാൻ ഇന്ദ്രേട്ടന് കഴിയില്ലല്ലോ. നഷ്ടപരിഹാരം നൽകി സ്വന്തം ഭാര്യയെ വരെ ഒഴിവാക്കാൻ നിയമമുണ്ട്. അപ്പൊ പിന്നെ വളർത്തമ്മയെ ഒഴിവാക്കിയാലും കോടതി അവർക്ക് ചെലവിന് കൊടുക്കണമെന്നേ പറയൂ. കൂടെ പാർപ്പിച്ച് അവരുടെ പീഡനം മുഴുവൻ ഏറ്റുവാങ്ങണമെന്ന് ഒരു നിയമവും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ വീട് വിട്ടിറങ്ങിയാൽ പിന്നെ എനിക്കെന്റെ കൂടപ്പിറപ്പുകളും ഇല്ലാതാകുവാനും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവരെങ്കിലും എന്റെ സ്വന്തം കൂടപ്പിറപ്പുകളാണെന്ന് എനിക്ക് തെളിയിക്കണം. എങ്ങനെ? അതിനുവേണ്ടി എന്തെങ്കിലും ശ്രമം ഇന്ദ്രേട്ടൻ നടത്തുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് 18 വർഷം മുമ്പ് ഇറങ്ങിപ്പോയ അച്ഛനെ കണ്ടെത്തിയാൽ മാത്രമേ ഇന്ദ്രേട്ടന്റെ കാര്യത്തില് വ്യക്തമായിട്ട് ഒരു ഉത്തരം കിട്ടൂന്ന. അതിനിപ്പോ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടാകുവാനോ? അങ്ങനെ ഒരാളുടെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അന്വേഷിക്കണമെങ്കിൽ അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നതിന്റെ എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? എന്തെങ്കിലും ഒരു തെളിവ് എവിടെയെങ്കിലും അവശേഷിക്കാതിരിക്കില്ലല്ലോ ഇന്ദ്രേട്ട. അതൊക്കെ സൂക്ഷിക്കേണ്ടത് അമ്മയല്ലാനോ? ഞങ്ങളൊക്കെ അന്ന് കുട്ടികളല്ലേ. അമ്മയ്ക്ക് അന്നേ അച്ഛനോട് വെറുപ്പായതുകൊണ്ട് അച്ഛൻ്റെതായ ഒന്നും സൂക്ഷിച്ചു കാണാനിടയില്ല. പണ്ടൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നത് അങ്ങനെ ഒരാളെക്കുറിച്ച് ഇനി മിണ്ടിപ്പോരെന്നാ. അയാള് മരിച്ചു പോയായിട്ട് കരുതണമെന്നാ. എന്നാലും എത്ര തുടച്ചു മാറ്റണമെന്ന് കരുതിയാലും എന്തെങ്കിലും ഒരു ശേഷിപ്പ് എവിടെയെങ്കിലും ഇല്ലാതിരിക്കോ ഇന്ദ്രേട്ട?